ജീവിതത്തിൽ ശത്രുക്കളെ നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ശത്രുക്കളെ തിരിച്ചറിയാൻ പോലും പലപ്പോഴും നമുക്ക് സാധിച്ചെന്നിരിക്കില്ല. എന്നാൽ അദൃശ്യനായ ശത്രു പോലും നമുക്ക് പരാജയങ്ങളും അഹിതങ്ങളും സമ്മാനിക്കുന്നു. കൂടെ നിന്ന് നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. ചിരിച്ചുകൊണ്ട് നമ്മോടൊപ്പമാണെന്ന് ഭാവിക്കുകയും എന്നാൽ നമ്മുടെ നാശത്തിന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവർ എതിരെ നിൽക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരിയാണ്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുകയും യുദ്ധത്തിലൂടെ അല്ലാതെ അവരെ എതിരിടുകയും വേണം. അതിനായി ആചാര്യനായ ചാണക്യൻ ഉപദേശിക്കുന്ന ചില തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ശത്രുവിന്റെ മനസ്സ് കീഴ്പ്പെടുത്തണമെന്നാണ്. ഒപ്പം നിന്ന് ചതിക്കുന്ന ശത്രുവിനെതിരെ പ്രയോഗിക്കേണ്ട ആദ്യ തന്ത്രം അവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുക എന്നതാണ്. ബലപ്രയോഗത്തിലൂടെയല്ല ശത്രുവിനെ കീഴ്പ്പെടുത്തേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു. അവരുടെ മനസ്സിൽ കടന്നുകൂടുകയാണ് വേണ്ടത്. എത്ര ശക്തനാണെങ്കിലും എതിരാളിയുടെ ബലഹീനതകൾ മനസ്സിലാക്കി മനസ്സിലേക്ക് കടന്നു ചെല്ലണം. ശത്രുവിന്റെ മനസ്സ് മനസ്സിലാക്കിയവർക്ക് അഭിപ്രായ ഭിന്നതകളുടെ കാരണം കണ്ടെത്താനും അതിന് പരിഹാരം കാണാനുമാകും. യോജിപ്പിന്റെ പാത അവിടെ തുറക്കപ്പെടും. അങ്ങനെ വളരെ ലളിതമായി സുന്ദരമായി ശത്രുവിനെ മിത്രമാക്കി മാറ്റാനാകും. ചാണക്യൻ രണ്ടാമതായി പറയുന്ന നിർദ്ദേശം ഇതാണ്: തർക്കങ്ങൾ ഉപേക്ഷിക്കുക. എതിരാളിയുമായി ഒരിക്കലും തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക. എത്ര ചെറിയ രീതിയിൽ തുടങ്ങിയാലും തർക്കത്തിനൊടുക്കം തർക്കിക്കുന്നവർ മാനസികമായി കൂടുതൽ അകലും എന്നതാണ്. തർക്കിക്കുന്നതിന് മുമ്പ് സ്വയം ചില കാര്യങ്ങൾ ചിന്തിക്കുക. എന്തിനാണ് തർക്കിക്കുന്നത്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നഷ്ടം എന്താണ് എന്ന് ആഴത്തിൽ ചിന്തിക്കുക. ഓരോ തർക്കവും കൂടുതൽ വലിയ തർക്കത്തിലേക്കുള്ള വഴികളാണ്. തർക്കമുണ്ടാകുമ്പോൾ അവയോട് പ്രതികരിക്കുന്നതിന് മുമ്പ് വളരെ ശാന്തമായി ആലോചിക്കുക. ചെറിയ വിയോജിപ്പുകൾ മറക്കുക. ദേഷ്യത്തെയും മറ്റു വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ എത്ര വലിയ ശത്രുവും നമുക്ക് മുമ്പിൽ തോറ്റു പിന്മാറും. ഇനി ചാണക്യന്റെ മൂന്നാമത്തെ നിർദ്ദേശം ഇതാണ്: ക്ഷമയോടെ സംസാരിക്കാൻ പഠിക്കുക. എതിരാളി ആണെങ്കിൽ പോലും വ്യക്തമായി ക്ഷമയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് മുമ്പിൽ വിജയിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ്. ഇവിടെ വാക്കുകളെയാണ് ആയുധമാക്കേണ്ടത്. ശത്രുവാണെന്ന് കരുതി അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകരുത്. അത് അവരുടെ ഉള്ളിൽ ശത്രുത വളർത്തുകയേ ഉള്ളൂ. പകരം അവരോട് സഹാനുഭൂതിയോടെ സംസാരിക്കാൻ ശ്രമിക്കുക. തമ്മിൽ പരസ്പര ധാരണയുണ്ടാക്കാൻ മുൻകൈ എടുക്കുക. എതിരാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനെ അവയെ ആഴത്തിൽ അവലോകനം ചെയ്യുക. അത് നമുക്ക് ദോഷമുണ്ടാക്കില്ലെന്ന് ഉറപ്പിക്കുക. ദൃഢമായും ശാന്തമായും സംസാരിക്കുക. ഈ സമീപനം ശത്രുവിനെ ദുർബലനാക്കും. അയാൾ നമുക്ക് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്യും. ചാണക്യന്റെ നാലാമത്തെ നിർദ്ദേശം ഇതാണ്: ശത്രുവിന്റെ പാത കണ്ടെത്തുക. ശത്രുവിനെ കണ്ടെത്തിയാൽ അയാളുടെ വഴികൾ പിന്തുടരുക എന്നതാണ് മറ്റൊരു പ്രധാന തന്ത്രം. നമുക്ക് മേലുള്ള വിജയമായിരിക്കും അയാളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ശത്രു സ്വീകരിക്കുന്ന മാർഗങ്ങൾ അറിഞ്ഞിരിക്കുക. അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടായാൽ അവരുടെ അടുത്ത നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനാകുമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ നിർദ്ദേശം ഇതാണ്: പറയുന്ന കാര്യങ്ങളിൽ ഉറപ്പുണ്ടാകുക. വാശിയുടെയോ ദേഷ്യത്തിന്റെയോ പുറത്ത് വെറുതെ ഒന്നും വിളിച്ചു പറയാതിരിക്കുക. ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. വാക്കുകളെക്കാൾ പ്രവൃത്തിക്ക് മുൻഗണന നൽകുക. ഉത്തമ വിശ്വാസമുള്ളവരോട് മാത്രം ഉള്ളിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക. ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം സ്വന്തം പിടിയിൽ അമർന്നവനായാലും ശത്രുവിനെ വിശ്വസിക്കരുത് എന്നാണ്. ശത്രു പരാജയം സമ്മതിച്ച് കീഴടങ്ങി എന്ന് കരുതുക. അവനെക്കുറിച്ച് അപ്പോൾ നമുക്ക് കരുണ തോന്നിയേക്കാം. അങ്ങനെ അവനെ വിശ്വസ്തരുടെ സ്ഥാനങ്ങളിൽ നിയമിച്ചേക്കാം. അങ്ങനെ അവസരം നേടിയെടുത്ത് അവൻ പ്രഹരിക്കുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ചാണക്യൻ പറയുന്നു. ശത്രുവിന്റെ പുത്രൻ സൗഹൃദം കാംക്ഷിച്ചു വന്നാൽ അവനെ സ്വീകരിച്ച് സംരക്ഷിക്കണം. കാരണം അവനിൽ നിന്ന് ശത്രുവിന്റെ ശക്തിയും ദൗർബല്യങ്ങളും രഹസ്യങ്ങളും അറിയാൻ കഴിയും. ശത്രുവിനെ അവന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആക്രമിച്ച് അവസാനിപ്പിക്കണം. ശത്രുവിനെ ശക്തിയുള്ള ശുഭകാലത്ത് അവനെ എതിർക്കാൻ പോകരുത്. അപ്പോൾ തക്കം പാർത്ത് കിടക്കുകയും അവൻ ദുർബലമാകുന്ന സമയം നോക്കി പ്രഹരിക്കുകയും ചെയ്യുക എന്ന് ചാണക്യൻ പറയുന്നു. പ്രിയമായും മധുരമായും സംഭാഷണം നടത്തുന്നവന് ശത്രുക്കൾ ഉണ്ടാവുകയില്ല എന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.